നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടോ? എങ്കിൽ ഞാനൊരു കഥ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സാറ് വിളിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഓൺട്രപ്രണർ ആണ്. നാട്ടിലെ ഒത്തിരി ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിൽക്കണ ഒരു ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാവോ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയത്. പ്രത്യേകിച്ചും അദ്ദേഹം ആ ഒരു കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ അതിനെ സംസാരിക്കണം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹം ഒരു സർവീസ് ഇൻഡസ്ട്രിയിലാണ്, ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കറന്റ് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ആവണമെങ്കിൽ കുറച്ചും കൂടിയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം എന്നുള്ളൊരു ഒരു നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം കുറച്ചും കൂടിയും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇട്ട് ഇത്തിരി കൂടി ഒന്ന് ആക്റ്റീവ് ആവണം. എന്നാൽ മാത്രമേ ഈ ബിസിനസ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള ബിസിനസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ, ആൾക്കാർ സെയിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, "ഓ! അതെനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. കാരണം എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്" എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, "അതെന്താണെന്ന്?" ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, "എന്നെ മറ്റുള്ള ആൾക്കാരെ എങ്ങനെയാണ് കാണുക എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാര് എൻ്റെ വീഡിയോസ് നോക്കിയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അങ്ങനെയുള്ള പേടികൾ കാരണം കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തതെന്ന്" പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. എസ്പെഷ്യലി ആ ഒരു കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന് പറഞ്ഞ ആ ബുക്കിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്. അതിൽ ആൽഫ്രഡ് അഡ്ലർ 2 രീതിയിലാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ എക്സ്പ്ലെയിൻ ചെയ്തേക്കണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഒരു ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം. എൻ്റെ മകൻ അവന് 6 വയസ്സാണ്. അവന് ചെയ്യാൻ പറ്റണതും എന്നാൽ പറ്റാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അവനറിയാം അവനൊരു കുഞ്ഞാണെന്ന്. എന്നാൽ അവൻ എപ്പോഴും ഒരു മുതിർന്ന ഒരാൾ ചെയ്യണതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോറ് അവൻ തനിയെ ഏന്തി വലിഞ്ഞ് തുറക്കാൻ നോക്കും. അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സ്വിച്ച് അവൻ ഇടാൻ നോക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാറ്റി വെക്കണമെങ്കിൽ അവൻ പറയും, "ഞാൻ തന്നെ ചെയ്തോളാം" എന്നൊക്കെ പറയും. കാരണം അവൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട് അവനൊരു കുഞ്ഞാണെന്ന്. എന്നാൽ മുതിർന്ന ആൾക്കാർ ചെയ്യണ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇത്തിരി കൂടി വളർന്നതാവാം എന്നുള്ള ഒരു തോന്നൽ അവനുണ്ടാവാം. അതിനെയാണ് ഈ ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി എന്ന് പറയണത്. അതായത് നമുക്ക് ചില കഴിവുകൾ നമുക്കില്ല, അല്ലെങ്കിൽ നമുക്ക് കുറവുണ്ട്. അതിനെ നമുക്ക് നമ്മളുടേതായിട്ടുള്ളതായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം അറിയില്ല എന്നുള്ളത് ഞാൻ അത് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനാ. ഞാൻ പഠിക്കാനുള്ള ഒരു ഗ്രോത്തിനുള്ള ഒരു എനർജി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി കുമിഞ്ഞുകൂടി നമ്മൾ അയ്യോ എനിക്ക് അവൻ്റെ പോലെ മറ്റൊരാളുടെ പോലെ ഒരു കാര്യം ചെയ്യാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുന്നതാണ് ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഒരു നെഗറ്റീവ് ടച്ചിലാണ് പറയണത്. അത് നമ്മുടെ ഗ്രോത്തിനെ പുറകിലോട്ട് വലിക്കും. നമ്മൾ അവിടെ ഒരു സ്റ്റക്കായിട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അഡ്ലറിൻ്റെ ഈ പുസ്തകത്തിൽ സൈക്കോളജി പറയണത്. അപ്പോൾ ഇങ്ങനെ ഈ ഫീലിങ്സ് ഉള്ള ആൾക്കാർക്ക്, അതായത് എങ്ങനെ നമുക്ക് ക്യാമറേനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ നെഗറ്റീവ്‌ലി പുറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 4 ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ അഡ്ലർ സൈക്കോളജി തന്നെ പറയണതനുസരിച്ച് നമ്മുടെ ആ ഒരു ഡിസ്കംഫർട്ടിനെ നമ്മളൊരു സിഗ്നൽ ടു ഗ്രോ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇപ്പം ഞാൻ എൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞ പോലെ അവനാ ഒരു കുഞ്ഞായിട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവൻ ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമുക്കും പറ്റും. ഇപ്പം നമുക്ക് ആ ഒരു ക്യാമറ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്തിട്ട് എനിക്കിങ്ങനെയല്ല വേണ്ടത്, ഞാൻ നെക്സ്റ്റ് ലെവലിലേക്കാണ് വേണ്ടത്, ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, ട്രൈ ചെയ്യട്ടെ എന്നുള്ള ഒരു 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 പോസിറ്റീവ്‌ലി രീതിയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കതീന്ന് കുറച്ചൊന്ന് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആർട്ട്‌ലെസ് സൈക്കോളജി പറഞ്ഞ മെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് കറേജ് ടു ബി ഇംപെർഫെക്റ്റ്. അതായത് നമുക്ക് ഇംപെർഫെക്ഷൻ ആയിട്ടിരിക്കാനാണ് ധൈര്യം വേണ്ടത്. പെർഫെക്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞ ഒരവസ്ഥ ലോകത്തിലില്ല. ലോകത്തിൽ ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ധൈര്യത്തിന് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എൻ്റെ ഇംപെർഫെക്ഷനിലും ഞാൻ ഞാൻ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ആക്ട് ചെയ്യും. അത് ഞാൻ എന്ന വ്യക്തിയുടെ എൻ്റെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് എൻ്റെ ഒരു ഇംപെർഫെക്ഷനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കമ്പാരിസനെ കോൺട്രിബ്യൂഷൻ ആക്കിയിട്ട് കാണുക എന്നുള്ളതാണ്. കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണത് എനിക്ക് ഉറപ്പാണ് എങ്ങനെ വന്നാലും ഒരു 1000 പേരെങ്കിലും കാണും. ഈ 1000 പേര് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 100 പേരെങ്കിലും
അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എടുത്ത് അതീന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനോ എന്തോ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഒരു 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 അവസ്ഥ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഞാൻ ഇയാളുടെ പോലെയാവോ, അടുത്ത ആളുടെ പോലെയാവോ, ഇനി നിങ്ങൾ എന്നെപ്പറ്റി എന്ത് കമന്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് പകരം ഞാൻ ആ ഫോക്കസ് എന്നിൽ നിന്ന് മറ്റുള്ള ഒരാളിലേക്ക് അല്ലെങ്കിൽ ഞാൻ കൊടുക്കണ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെന്നൊരു ഓഡിയൻസിലേക്ക് എനർജി മാറ്റുവാണെങ്കില് നമുക്ക് ഇത്തിരിയും കൂടി ധൈര്യത്തോട് കൂടിയിട്ട്, നമുക്ക് ഇത്തിരിയും കൂടിയും കോൺഫിഡൻസോടൊക്കെ കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഞാൻ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. എൻ്റെ തുടങ്ങണ സമയത്ത് ചിന്ത മൊത്തം എൻ്റെ ഉള്ളിലായിരുന്നു. അയ്യോ! എന്നെ നിങ്ങളെങ്ങനെ കാണും? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അത് മാറി ഞാൻ മറ്റുള്ളവരിലേക്ക് ആയപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങൾക്ക് ഇത്തിരിയും കൂടി ധൈര്യം വന്നു. അപ്പോൾ ഈ കമ്പാരിസണീന്ന് മാറ്റിയിട്ട് നമ്മളൊരു കോൺട്രിബ്യൂഷനിലേക്ക് നമ്മുടെ നമ്മുടെ ചിന്തേനെ ഒന്ന് മാറ്റിയെടുക്കുക. നാലാമത്തെ ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. അതായത് മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കുക എന്നുള്ളത്. അതിന് എനിക്ക് തോന്നണത് മറ്റുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കും. ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ടോ നടന്നിട്ടോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു സിറ്റി കൂടെ യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ യൂട്യൂബ് ഉണ്ടാവായിരിക്കാം നിങ്ങളുടെ കയ്യിൽ, ചിലപ്പോൾ നിങ്ങൾ ഫോൺ ശ്രദ്ധിക്കുന്നുണ്ടാവായിരിക്കാം, വീഡിയോസ് കാണുന്നുണ്ടാവായിരിക്കാം. നമ്മൾ പല ആക്ടിവിറ്റീസും നമ്മൾ ഇൻവോൾവ്ഡ് ആണ് ആ സമയങ്ങളിലെല്ലാം. നിങ്ങൾ എത്ര ആൾക്കാരുടെ മുഖം നോക്കി അല്ലെങ്കിൽ അവരുടെ ആ കാണുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാരുടെ രൂപത്തിലോ ഭാവത്തിലോ അവർ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്? നമ്മൾ നോക്കാറില്ല പൊതുവെ. പൊതുവെ എന്നല്ല, നമ്മൾ നോക്കാറേ ഇല്ല. കാരണം നമ്മൾ നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ബില്ലുകൾ അടയ്ക്കാനുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് 100,000 കാര്യങ്ങളിലാണ് നമ്മളുടെ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ, അവരുടേതായ കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയാണ്. ആരും നമ്മുടെ പെർഫെക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ രൂപഭംഗിയോ ആകാരഭംഗിയോ നോക്കി ഇരിക്കണ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇംപെർഫെക്ഷനെ നമുക്ക് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥേനെ തന്നെ ഇഷ്ടപ്പെടാനും പറ്റുവാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊന്നും കൊള്ളാത്ത ഒരാളാണെന്നൊന്നും ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഒരു ദിവസം ബുദ്ധിമുട്ടുണ്ടാവും, 2 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും, 3 4 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിൻ അതിനോട് യൂസ്ഡ് ടു ആവും. പിന്നെ നമുക്ക് ഇതിനും കൂടി ധൈര്യം വരും. പിന്നെ നമ്മൾ അതിൽ പറയണ കാര്യങ്ങളിൽ എങ്ങനെ ഫോക്കസ് ചെയ്യാം, കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഫോക്കസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇത് എല്ലാ അവസ്ഥകളിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ അടുത്ത് പബ്ലിക് സ്പീക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു 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 ഓഫീസിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് കാര്യം പറയാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ട്രൈ ചെയ്യണത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. താങ്ക് യു.